കറി ഉണ്ടാക്കാം. ചെട്ടിനാട് ചിക്കൻ കറി. അപ്പോൾ നമ്മുടെ ചെട്ടിനാട് ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് വറ്റൽമുളക്, മല്ലി, ഗ്രാമ്പു, പട്ടയുടെ ലീഫ്, അത് അടക്കം തന്നെ കുരുമുളക്, പെരിഞ്ചീരകം, പച്ചമുളക്, മല്ലിയില, കറിവേപ്പില, തേങ്ങ, സവാള, കൊച്ചുള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ എടുത്തിട്ടുണ്ട്. ഇത്രയായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നാടൻ രീതിയിൽ തന്നെയാണ് ഈ ഒരു പാചകം. അപ്പോൾ നമ്മൾ ആ നോർമൽ വിറകടുപ്പിൽ ചട്ടി വെച്ച് ചട്ടി ചൂടായതിനു ശേഷം ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പെരുംജീരകം ചേർത്ത് അതിൻ്റെ കൂടെ നമ്മൾ 1/4 ടീസ്പൂണ് ചെറിയ ജീരകവും, അത് കഴിഞ്ഞിട്ട് അതിനകത്ത് ഗ്രാമ്പു, ഏലക്ക, പട്ട അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ ചേർത്ത് പൊട്ടി വരുമ്പോഴത്തേക്ക് അതിൻ്റെ കൂടെ നമ്മൾ ചേർക്കുന്നത്, പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ ചേർക്കുന്ന വറ്റൽമുളക് ഒരു 15 എണ്ണ, അതേ കണക്ക് തന്നെ 1/2 ടീസ്പൂൺ മല്ലി ചേർത്ത് അതിൻ്റെ കൂടെ നമ്മൾ കറിവേപ്പില കൂടെ ചേർത്ത് തേങ്ങ താണ്ട ഇതേപോലെ നല്ലോണം ഇറക്കി ബ്രൗണിഷ് ആയിട്ട് എടുക്കുക. കരിഞ്ഞു പോകരുത്, കരിഞ്ഞാൽ അതിൻ്റെ ഒരു രുചിയങ്ങ് മാറും. അപ്പോൾ നമുക്ക് തണുക്കാനായിട്ട് വെക്കരുത്. ഇത് പിന്നെ നമ്മൾ മിക്സിയിൽ അടിച്ച് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചട്ടി ക്ലീൻ ചെയ്തിട്ട് ഒന്നും കൂടെ വെച്ച് ചട്ടി ചൂടായ അതിനകത്ത് എണ്ണ ഒഴിച്ച് കടുകിട്ട് ഉലുവ, പിന്നെ ഗ്രാമ്പൂ, പട്ട അങ്ങനെയുള്ള കുറച്ച് ഐറ്റങ്ങളൊന്നും കൂടെ തട്ടി പെരിഞ്ചീരകവും ചേർക്കുന്നുണ്ട് 1 ടീസ്പൂൺ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെറിയ ഉള്ളി, സവാളയും കൂടെ ചേർത്ത് ഒന്ന് മാടി വരുമ്പോഴത്തേക്ക് അതിനകത്ത് പച്ചമുളക് 4 പച്ചമുളകും ചേർത്ത് പിന്നെ കറിവേപ്പില ഇട്ട് അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും അടിച്ച് കയറ്റി കലക്കി എടുത്തതിന് ശേഷം തക്കാളി 2 തക്കാളിയും ചേർത്ത് മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഇത് 3 കുറച്ച്, വേറെ മസാലയൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ അത് ഇതേ ഒരു പരുവത്തിന് കിട്ടുമ്പോഴത്തേക്ക് അതിനകത്ത് കുറച്ച് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇതേ ഇളക്കി എടുക്കുക. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കുക. പിന്നെ കഴുകി വൃത്തിയാക്കിയ ചിക്കൻ അതിൽ ചേർത്ത് കുറച്ച് മല്ലിയിലയും ചേർത്ത് അതിൻ്റെ കൂടെ നമ്മൾ മിക്സിയിൽ അടിച്ച് വെച്ച ആ കൂട്ട് നമ്മുടെ കറി തിളച്ച് വരുമ്പോൾ ആ കറിക്കകത്തോട്ട് ചേർത്ത് ഇളക്കി ഒന്ന് പിടിപ്പിച്ചതിന് ശേഷം നമ്മുടെ മിക്സിയുടെ ജാറൂടെ കഴുകി കുറച്ച് ആ വെള്ളം കൂടെ ഇതിനകത്തോട്ട് ചേർക്കുക. അപ്പം അതും കൂടെ ഒന്ന് ഇടയ്ക്ക് തിളയായിട്ട് വരുമ്പോഴത്തേക്ക് വീണ്ടും നമ്മൾ കറിവേപ്പിലയും മല്ലിയിലയും ചേർത്ത് ഇതേ ഒരു പരുവത്തിൽ കിട്ടുക. അപ്പോൾ ഈ കുറച്ചും കൂടെ ഒന്ന് ഗ്രേവി ഒന്ന് കട്ടിയാക്കി എടുക്കുക. ഇതേപോലെ ചിക്കൻ കറി കഴിച്ചിട്ട് കിടിലായിട്ട് വരും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ നമുക്ക് ചോറോ ചപ്പാത്തിയോ നമുക്ക് ഇഷ്ടമുള്ള എന്തുണ്ടോ അതെടുത്ത് ഒരു കഴിക്കുക. അപ്പോൾ എൻ്റെ ചെട്ടിനാട് ചിക്കൻ കറി ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലതേ നടക്കട്ടെ.